പാകിസ്ഥാനിൽ 12 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ 17 വയസ്സുള്ള ഒരു ആൺകുട്ടി സെക്ഷലി അസോൾട്ട് ചെയ്തു. ഈ 12 വയസ്സുള്ള പെൺകുട്ടിയുടെ അമ്മ നമ്മൾ ഈ നാട്ടുകൂട്ടം എന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പിലേക്ക്, അതായത് ദീർഘാന്നും അല്ലെങ്കിൽ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞ സെറ്റപ്പിലേക്ക് ഈ കേസും കൊണ്ട് ചെന്നു. കാരണം അവർക്കറിയാം പാകിസ്ഥാനി കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് അടുത്തൊന്നും തീരുമാനമാവില്ല എന്ന്. ഈ നാട്ടുകൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു ഈ 17 വയസ്സുള്ള ആൺകുട്ടി ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചാൽ മതിയെന്ന്. അതിന് ഈ ആൺകുട്ടിയുടെ വീട്ടുകാർക്ക് സമ്മതമല്ലായിരുന്നു. അപ്പോൾ ഈ നാട്ടുകൂട്ടം ഒരു തീരുമാനം എടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 17 വയസ്സുള്ള ആൺകുട്ടിയുടെ 16 വയസ്സുള്ള പെങ്ങളെ 12 വയസ്സായിട്ടുള്ള പെൺകുട്ടിയുടെ ആങ്ങള സെക്ഷലി അസോൾട്ട് ചെയ്യട്ടേന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഈ ആങ്ങള ഈ 16 വയസ്സുള്ള പെൺകുട്ടീനെ 10 ആൾ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി സെക്ഷലി അസോൾട്ട് ചെയ്തു. ഇതിനെ റിവെഞ്ച് റേപ്പ് എന്നാണ് പറയുക. സൗത്ത് ഏഷ്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സംഭവം നടക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷലി അസോൾട്ട് ചെയ്ത പെൺകുട്ടി ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ കുടുംബം ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അവരെ നാട് വിട്ട് പോകും. ഒരു മെൻ്റലി ഒരു തകർക്കാനുള്ളൊരു പരിപാടിയാണിത്. ഇത് ശരിക്കും പാകിസ്ഥാനിലൊക്കെ ഇല്ലീഗലായ ഒരു പരിപാടിയാണ്. ഇതിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടൊരു കേസാണ് മുക്തർമയുടെ കേസ്. അതായത് 2002 മീർവാല വില്ലേജിൽ വെച്ച് നടന്ന മുക്തർമയുടെ കേസ്. ആത്മഹത്യ ചെയ്തില്ല, ഓൾമോസ്റ്റ് സിമിലർ ഒരു കേസ് തന്നെയാണ്. മുക്തർമ ആത്മഹത്യ ചെയ്തില്ല, പകരം അവർ ഫൈറ്റ് ചെയ്ത് ഒരുപാട് എന്താ പറയുക കോടതിയിലുള്ള വിധികളൊക്കെ വന്നു. ലാസ്റ്റ് ഒരാളൊഴികെ ബാക്കി എല്ലാവരും കോടതി വെറുതെ വിട്ടു. ചെറിയൊരു കോമ്പൻസേഷനും കിട്ടി. അതായത് ചില സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ കേസുകളിലേക്ക് വധശിക്ഷ കൊടുക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിയമം വെറും നോക്കുകുത്തിയാവുകയാണ്. നമുക്കൊന്നും അതിലൊന്നും ചെയ്യാനില്ല. നമുക്ക് ജസ്റ്റ് ഇതിനെപ്പറ്റി ഇങ്ങനെ പറയാമെന്നും അല്ലെങ്കിൽ നോക്കി നിൽക്കാമെന്നും മാത്രമേ നമുക്കൊക്കെ ഇതുള്ളൂ. എന്താ അല്ലേ?